നമ്മളടുത്തത് ഫണ്ടമെൻ്റൽ സ്പേസസ് ഓഫ് എ മെട്രിക്സ് ആണ് നോക്കുന്നത്. 6 ഇമ്പോർട്ടൻറ്റ് വെക്റ്റർ സ്പേസസ് ആണ് ഒരു മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിനും 6 ഇമ്പോർട്ടൻറ്റ് മെട്രിക് സ്പേസസ് ആണുള്ളത്, വെക്റ്റർ സ്പേസസ് ആണുള്ളത്. റോ സ്പേസ് ഓഫ് എ, കോളം സ്പേസ് ഓഫ് എ, നൾ സ്പേസ് ഓഫ് എ, റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്, കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ആൻഡ് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. ഇതിൽ ട്രാൻസ്പോസിങ് ഓഫ് എ മെട്രിക്സ് കൺവേർട്സ് റോ വെക്റ്റേഴ്സ് ഇൻറ്റു കോളം വെക്റ്റേഴ്സ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിങ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റോ വെക്റ്റേഴ്സിനെ കോളം വെക്റ്റേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. അത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ 1 2 3 4 ആണ് എഴുതി വിചാരിക്കാം. ഇതിൻ്റെ റോ എന്ന് പറഞ്ഞാൽ ഇതാണ് 1 2 3 4 ആണ്, കോളം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? 1 2 and 3 4 എന്ന് എഴുതും. അപ്പോൾ കോളം റോ ഇതുമായി, കോളം ഇതുമായി. അപ്പോൾ റോ വെക്റ്റേഴ്സിനും കോളം വെക്റ്റേഴ്സിനും എന്ത് ചെയ്യും? ട്രാൻസ്പോസ് ഇൻ്റർചേഞ്ച് ചെയ്യിക്കും, ഓക്കെ, കൺവേർട്ട് ചെയ്യിക്കും. റോ വെക്റ്റേഴ്സിനെ കോളം വെക്റ്റേഴ്സായിട്ടും കോളം വെക്റ്റേഴ്സിനെ റോ വെക്റ്റേഴ്സായിട്ടും കൺവേർട്ട് ചെയ്യും. ആൻഡ് കോൺവേഴ്സ്ലി ഫോർ എ ഡിഫറൻസ് ഇൻ നൊട്ടേഷൻ ദി റോ സ്പേസ് ഓഫ് എ ഈസ് ദി സെയിം ആസ് ദി കോളം സ്പേസ് ഓഫ് എ. റോ സ്പേസ് ഓഫ് എയും കോളം സ്പേസ് ഓഫ് എയും എന്താണ്? ഈക്വലാണ്. അതേപോലെ തന്നെ കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസും റോ സ്പേസ് ഓഫ് എയും ഈക്വലാണ്. അതേപോലെ തന്നെ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസും കോളം സ്പേസ് ഓഫ് എയും ഈക്വലാണ്. അതായത് 6 തന്നിട്ടുണ്ട്, അതിൽ 6 തന്നതിൽ ഈ 4 എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്, ഓക്കെ. ഈ 4 പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്. ബട്ട് എന്തല്ല, ഈ 4 ഈക്വൽ അല്ല. അത് റോ സ്പേസ് ഓഫ് എ ഒരിക്കലും നൾ സ്പേസ് ഓഫ് എനോട് ഈക്വൽ അല്ല, എ ട്രാൻസ്പോസിനോട് ഈക്വൽ അല്ല. അതേപോലെ കോളം സ്പേസ് ഇതിനോട് ഈക്വൽ അല്ല, ഇത് ഇതിനോട് ഈക്വൽ അല്ല, അതേപോലെ ഇതും ഇതിനോട് ഈക്വൽ അല്ല, ഓക്കെ. അങ്ങനെ ഈക്വൽ അല്ലാത്തതിനാണ് നമ്മൾ എന്ത് പറയുക? ഫണ്ടമെൻ്റൽ സ്പേസസ് ഓഫ് എ മെട്രിക്സ്. ദീസ് ആർ കോൾഡ് ദി ഫണ്ടമെൻ്റൽ സ്പേസസ് ഓഫ് എ മെട്രിക്സ്. അല്ല, എല്ലാത്തിനും നമ്മൾ ഈ ഒരു മൊത്തത്തിന് നമ്മൾ എന്ത് പറയും? ഫണ്ടമെൻ്റൽ സ്പേസസ് ഓഫ് എ മെട്രിക്സ് എന്നാണ് പറയുക. ഓക്കെ, അടുത്ത തിയറം. ഇഫ് എ ഇസ് എനി മെട്രിക്സ് ദെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. അപ്പം നമ്മളോട് പറഞ്ഞ എ ഏതെങ്കിലും ഒരു മെട്രിക്സ് അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ സിൻസ് ട്രാൻസ്പോസിങ് എ മെട്രിക്സ് കൺവേർട്സ് റോ വെക്റ്റേഴ്സ് ഇൻറ്റു കോളം വെക്റ്റേഴ്സ്. നമുക്ക് എന്തറിയാം? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിൽ റോ വെക്റ്റേഴ്സിനെ കോളം വെക്റ്റേഴ്സായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. വെക്റ്റേഴ്സ് ആൻഡ് കോൺവേഴ്സ്ലി അതേപോലെ തിരിച്ചും, അതായത് റോ വെക്റ്ററിനെ കോളം വെക്റ്ററായിട്ടും കോളം വെക്റ്ററിനെ റോ വെക്റ്ററായിട്ടും എന്ത് ചെയ്യും? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കൺവേർട്ട് ചെയ്യും. സോ എക്സെപ്റ്റ് ഫോർ എ ഡിഫറൻസ് ഇൻ നൊട്ടേഷൻ ദി റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ദി സെയിം ആസ് ദി കോളം സ്പേസ് ഓഫ് എ. ഒരു മെട്രിക്സിൻ്റെ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ റോ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? എയുടെ കോളം സ്പേസിനോട് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദി കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? റോ സ്പേസ് ഓഫ് എനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോക്കാം, റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ്? കോളം സ്പേസ് ഓഫ് എ. അതേപോലെ കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു റോ സ്പേസ് ഓഫ് എ. ഓക്കെ, therefore we have rank of A equal to എന്താ? ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ആണ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ആണെന്ന് നമ്മൾ എവിടെ പറഞ്ഞു? നമ്മൾ ആദ്യം എടുത്ത തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ എന്തിനോട് ഈക്വലാണ്? കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസിനോട് ഈക്വലാണ്. ഈ കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ആണ്. സോ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. ഇതേപോലെ ദി എബവ് റിസൾട്ട് ഹാസ് സം ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിക്കേഷൻസ്. For example, if A is an m by n matrix, then applying dimension theorem for matrices to the matrix A transpose which is of order n by m we get. അതായത് A എന്ന് പറഞ്ഞ ഒരു m by n matrix ആണ്. നമ്മൾ ഡയമെൻഷൻ തിയറം പറഞ്ഞത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു n എന്ന് പറഞ്ഞില്ലേ? അത് നമുക്ക് ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട് എ ട്രാൻസ്പോസ് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്പോസ് ആയിട്ടുള്ള മെട്രിക്സിന് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എ എന്ന് പറഞ്ഞാൽ m by n ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്താ വരിക? n by m ആണ് വരിക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്താ? റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. സോ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് പ്ലസ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഇവിടെ നമ്പർ ഓഫ് കോളംസ് എന്താ? m. ഓക്കെ, ഈ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഈ അബോവിക്കേഷൻ നമുക്ക് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ആണെന്ന് എവിടെ അറിയാം? ഈ ഒരു റിസൾട്ടിൽ നിന്ന് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെന്ന് കിട്ടി. ദെൻ റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു m എന്നും വരും. ഓക്കെ, ഈ ഒരു റിസൾട്ട് പഠിച്ചു വയ്ക്കും. എ ട്രാൻസ്പോസിൻ്റെ റാങ്ക് കണ്ടെത്തണമെന്ന് എയുടെ റാങ്ക് കണ്ടെത്തിയിട്ട് അതേപോലെ എ ട്രാൻസ്പോസിൻ്റെ നള്ളിറ്റി കണ്ടെത്താം. ഈക്വൽ ടു m. The above equation makes it possible to express the dimension of all four. ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻ ഇക്വേഷൻ ആണ് പറഞ്ഞത്, ഡയമെൻഷൻ തിയറം യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഈ ഡയമെൻഷൻസിൻ്റെ കേസിലുള്ളതാണ് നമുക്ക് പറയാൻ പോണത്.
റാങ്ക് ഓഫ് എ ഈക്വൽ ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് റോ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്ക്. ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ആണ് എന്ത്? ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ആണ് എന്താണ്? ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ എന്താ? എൻ മൈനസ് ആറ്. ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്താ? എം മൈനസ് ആറ്. കാരണം നോക്കുക, നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് പറഞ്ഞാൽ ഇവിടെ എം ആണ്. എം മൈനസ് ആറ്. ഇത്രയും റിസൾട്ട് പഠിച്ചിരിക്കും. ഓക്കെ, അടുത്തത് ജോമെട്രിക്കൽ ലിങ്ക് ബിറ്റ്വീൻ ദി ഫണ്ടമെന്റൽ സ്പേസസ്. ഫണ്ടമെന്റൽ സ്പേസസ് തമ്മിലുള്ള ജോമെട്രിക്കൽ ആയിട്ടുള്ള ലിങ്ക്. സോ ഇഫ് യു ഈക്വൽ ടു u1 u2 എക്സെട്ര un ആൻഡ് v ഈക്വൽ ടു v1 v2 എക്സെട്ര vn ആർ വെക്ടേഴ്സ് ഇൻ Rn, then the dot product is also called Euclidean inner product of u and v is denoted as u dot v and is defined by u dot v equal to u1 v1 plus u2 v2 plus u3 v3 plus etc plus un vn. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റും അതേപോലെ ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. സോ നെക്സ്റ്റ് ഡെഫിനിഷൻ, ടു നോൺ സീറോ വെക്ടേഴ്സ് u and v in Rn are said to be orthogonal or perpendicular if u dot v equal to 0. നമ്മൾ ഇതിലും പറഞ്ഞിട്ടുണ്ട്. ലീനിയർ ആൾജിബ്രയിൽ ഫസ്റ്റിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് നോൺ സീറോ വെക്ടേഴ്സ് യു ആൻഡ് വി Rnൽ അത് ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കണം? ആ രണ്ടെണ്ണത്തിൻ്റെയും ആ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. വി വിൽ ഓൾസോ എറ്റ് ദാറ്റ് സീറോ വെക്ടർ ഇസ് ഓർത്തോഗണൽ ടു എവരി വെക്ടർ ഇൻ Rn. സീറോ വെക്ടർ എല്ലാ Rnൽ ഏത് വെക്ടർ എടുത്താലും അത് എന്തിനോട് ഓർത്തോഗണലാണ്? എല്ലാ വെക്ടറിനോടും ഓർത്തോഗണലാണ്. കാരണം സീറോ വെക്ടർ ഓർത്തോഗണൽ ആവണമെങ്കിൽ നമുക്ക് എന്താ കണ്ടീഷൻ? സീറോ വെക്ടർ ഇൻറ്റു ഏതെങ്കിലും വേറൊരു വെക്ടർ എന്തായാലും എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ എല്ലാ Rnൽ ഏത് വെക്ടർ എടുത്താലും അത് സീറോ വെക്ടറിനോട് നമ്മൾ ഓർത്തോഗണലാന്ന് പറയണമെങ്കിൽ ഓർത്തോഗണലാണെന്ന് നമുക്ക് പറയാം. കാരണം അവ തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. Recall that a homogeneous linear system of linear equation n variables has the form a1x1 plus a2x2 plus etc plus anxn equal to 0, where a1, a2, etc. an are real numbers, not all 0. This equation can be rewritten in the form as a dot x equal to 0, where a equal to a1, a2, etc. an and x equal to x1, x2, etc. xn. അത് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് എന്തുണ്ടാവും? എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണെങ്കിൽ ഒരു കൺസിഡർ ദി ലീനിയർ ഹോമോജീനിയസ് സിസ്റ്റം എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം ഇക്വേഷൻസും എൻ അൺനോൺസും വരുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. അത് നമ്മൾ എങ്ങനെ എഴുതാം? a11x1 പ്ലസ് a12x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn ഈക്വൽ ടു 0, a21x1 പ്ലസ് a22x2 പ്ലസ് എക്സെട്ര പ്ലസ് a2n xn ഈക്വൽ ടു 0, am1x1 പ്ലസ് am2x2 പ്ലസ് എക്സെട്ര പ്ലസ് amn xn ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. ഓക്കെ, if we denote the successive row vectors of the coefficient matrix A by R1, R2, etc. Rn. നമ്മൾ സക്സസീവ് റോ വെക്ടേഴ്സിന് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എയുടെ കോഎഫിഷ്യൻ്റ് മെട്രിക്സിന് a11, a12, a1n ഇല്ല. അതിന് നമ്മൾ R1, R2, etc. R എന്നുള്ള കോഎഫിഷ്യൻ്റ് വെക്ടേഴ്സ് കൊണ്ട് റോ വെക്ടേഴ്സ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ a11, a12, etc. a1n അതാണ് നമ്മളുടെ എന്ത്? R1 എന്ന് പറയുന്നത്. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? R1 അതേപോലെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x1, x2, etc. xn. സോ R1 ഡോട്ട് എക്സ് ഈക്വൽ ടു 0, R2 ഡോട്ട് എക്സ് ഈക്വൽ ടു 0, Rm ഡോട്ട് എക്സ് ഈക്വൽ ടു 0. അതാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലേ? കാരണം R1 എന്ന് പറഞ്ഞാൽ എന്താ? a11, a12, etc. a1n. ഓക്കെ, from which we see that every solution vector x is orthogonal to every row vector. അപ്പോൾ എന്താ പറയുക? എക്സിൻ്റെ എവരി സൊല്യൂഷൻ വെക്റ്റർ എക്സിലെ എക്സ് എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ഏത് സൊല്യൂഷൻ വെക്ടർ എടുത്താലും അത് എന്തിനോട് ഓർത്തോഗണലായിരിക്കും? എല്ലാ റോ വെക്ടറിനോടും ഓർത്തോഗണലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത തിയറം, ഇഫ് എ ഈസ് ആൻ m by n മെട്രിക്സ് then the solution set of the homogeneous linear system ax equal to 0 consists of all vectors in Rn that are orthogonal to every row vectors of A. അതായത് ഒരു എ എന്ന് പറഞ്ഞൊരു m by n മെട്രിക്സ് ആണ്. ax equal to 0 എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ കൺസിസ്റ്റ് ചെയ്യുന്ന വെക്റ്റേഴ്സ് Rnൽ അതിൽ കൺസിസ്റ്റ് ചെയ്യുന്ന വെക്റ്റേഴ്സ് അതെന്തിനോട് ഓർത്തോഗണലായിരിക്കും? വെക്റ്റേഴ്സ് എ എന്ന് പറഞ്ഞ വെക്റ്ററിൻ്റെ എല്ലാ റോ വെക്റ്റേഴ്സിനോടും ഓർത്തോഗണലായിരിക്കും എന്ന് പറയാം. ഓക്കെ, എ എന്ന് പറഞ്ഞ വെക്റ്റർ ഇപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ 3/3 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 4/3 ആണെന്ന് വിചാരിക്കാം. അതിൽ റോ എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. അപ്പോൾ ആ റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും എല്ലാ വെക്റ്റേഴ്സുമായിട്ട് എന്ത്
ഓർത്തോഗണലായിരിക്കും? ഒരു ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൽ Ax ഈക്വൽ ടു 0ൻ്റെ സൊല്യൂഷൻ സെറ്റ്, അതായത് x ഈക്വൽ ടു എന്നുള്ളത് സൊല്യൂഷൻ സെറ്റ് ഈക്വലായിട്ട് ഓർത്തോഗണലായിരിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ, ഇഫ് W is a subspace of Rn. W എന്ന് പറയുന്നത് Rൻ്റെ സബ്സ്പേസ് ആണ്. ദെൻ ദി സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് ഓഫ് Rn. Rnലെ സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് ദാറ്റ് ആർ ഓർത്തോഗണൽ ടു എവരി വെക്റ്റർ ഇൻ W is called the orthogonal complement of W and is denoted by symbol W transpose. സോ W എന്ന് പറഞ്ഞത് Rൻ്റെ സബ്സ്പേസ് ആണ്. അത് എന്താണ്? ഓർത്തോഗണലാണ്. എന്താ? ടു എവരി വെക്റ്റർ ഇൻ W എന്ന് പറഞ്ഞ വെക്റ്ററിലെ W എന്ന സബ്സ്പേസിലെ എല്ലാ വെക്റ്ററുമായിട്ട് ഓർത്തോഗണലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് W എന്ന് പറയും. ആൻഡ് ഡിനോട്ട് ചെയ്യുക W കോംപ്ലിമെൻറ്റ് ഡിനോട്ട് ചെയ്യും. ഓക്കെ, തിയറം, ഇഫ് W is a subspace of Rn. W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Rൻ്റെ സബ്സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ W കോംപ്ലിമെൻറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് Rn. W ഒരു സബ്സ്പേസ് ആണെങ്കിൽ W കോംപ്ലിമെൻറ്റ് സബ്സ്പേസ് ആണെന്ന് പറഞ്ഞു. സോ W കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് Rn. Rnൽ സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് എന്തിനോട് ഓർത്തോഗണലായിരിക്കും? Wലെ എവരി വെക്റ്റർ, എല്ലാ വെക്റ്ററുമായിട്ടും ഓർത്തോഗണലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ദി ഓൺലി വെക്റ്റർ കോമൺ ടു W ആൻഡ് W കോംപ്ലിമെൻറ്റ് ഈസ് 0. അങ്ങനെയാണെങ്കിൽ W ഇൻ്റർസെക്ഷൻ W കോംപ്ലിമെൻറ്റ് ഈസ് എത്രയായിരിക്കും? സെറ്റ് 0 ആയിരിക്കും. ദി ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് W കോംപ്ലിമെൻറ്റ് ഈസ് W. W കോംപ്ലിമെൻറ്റിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് Wൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് എന്താണ്? W കോംപ്ലിമെൻ്റ് ആണ്. ഈ W കോംപ്ലിമെൻറ്റിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് W എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? W കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു W എന്ന് പറയാം. ഓക്കെ, ഒക്കെ തിയറം മാത്രമേ ഉള്ളൂ, പ്രൂഫ് ഒന്നുമില്ല. ദെൻ അടുത്ത, ഇഫ് A is an, ഈ റിസൾട്ട്സ് ഒക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. W ഒരു സബ്സ്പേസ് ഓഫ് Rn ആണെങ്കിൽ W കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? സബ്സ്പേസ്. ഇപ്പോൾ നിങ്ങളോട് ഇഫ് W is a subspace of Rn, then W കോംപ്ലിമെൻറ്റ് ഈസ് ഡാഷ് ഓഫ് Rn എന്ന് പറയും. അല്ലെങ്കിൽ ഈസ് എ സബ്സ്പേസ് ഓഫ് ഡാഷ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ വൺ വേർഡിലൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അതുപോലെ ഓൺലി W W കോംപ്ലിമെൻറ്റും കോമൺ ആയിട്ട് 0 എന്ന് പറഞ്ഞ വെക്റ്റർ മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? ആ സെറ്റ് 0 തന്നെ വരിക. ഇനി Wൻ്റെ കോംപ്ലിമെൻ്റ് ആണ്, Wൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആണ് W കോംപ്ലിമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ W കോംപ്ലിമെൻറ്റ് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് W ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? W കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു W എന്ന് എഴുതാം. ഓക്കെ, അടുത്ത തിയറം, ഇഫ് A ഈസ് ആൻ m/n മെട്രിക്സ്, എന്ന് പറഞ്ഞൊരു m/n മെട്രിക്സ് ആണ്, ദെൻ ദി നൾ സ്പേസ് ഓഫ് A ആൻഡ് ദി റോ സ്പേസ് ഓഫ് A ആർ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ഇൻ Rn. A എന്ന് പറഞ്ഞത് ഒരു m/n മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ നൾ സ്പേസും അതേപോലെ റോ സ്പേസും ദി നൾ സ്പേസ് ഓഫ് A ആൻഡ് ദി റോ സ്പേസ് ഓഫ് A ആർ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ഇൻ Rn. എയുടെ നൾ സ്പേസും റോ സ്പേസും എന്തിനോട് ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും? Rnൽ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, A എന്ന് പറഞ്ഞത് ഒരു m/n മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നൾ സ്പേസ് ഓഫ് A ആൻഡ് ദി റോ സ്പേസ് ഓഫ് A ആർ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ഇൻ Rn. നൾ സ്പേസ് ഓഫ് Aയും റോ സ്പേസ് ഓഫ് Aയും എന്തിൽ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും? Rnൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ആർ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ഇൻ Rn. ഓക്കെ, അടുത്തത് നൾ സ്പേസ് ഓഫ് A ട്രാൻസ്പോസ് ആൻഡ് ദി കോളം സ്പേസ് ഓഫ് A ആർ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ഇൻ Rm. ഇവിടെ നൾ സ്പേസ് ഓഫ് A ട്രാൻസ്പോസും അതേപോലെ എയുടെ കോളം സ്പേസും എന്തിനോട് ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും? Rmൽ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും. A എന്ന് പറഞ്ഞാൽ m/n മെട്രിക്സ് ആണ്. ഓക്കെ, റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിസൾട്ട്സ് ഒക്കെ പഠിച്ചു വയ്ക്കാം. ഇവിടെ നൾ സ്പേസ് ഓഫ് A ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? Rn വന്നത് കേട്ടോ. ഇവിടെ നൾ സ്പേസ് ഓഫ് A ട്രാൻസ്പോസ് ആയതുകൊണ്ടാണ് ഇവിടെ Rm വന്നത്. കാരണം A ട്രാൻസ്പോസിൻ്റെ എന്തായിട്ട് മാറുക? n/m ആയിട്ടാണ് മാറുക. എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് നൾ സ്പേസ് അല്ലെങ്കിൽ റോ സ്പേസ് ഒക്കെ പറയുമ്പോൾ നമ്പർ ഓഫ് കോളംസ് ആണ് നോക്കുക. അപ്പോൾ ഓർഡർ മാറുന്നതിനനുസരിച്ചിട്ട് കോളം മാറും. അതുപോലെ കോംപ്ലിമെൻറ്റ് വരുമ്പോൾ ഓർഡർ നേരെ തിരിച്ചു വരും. ഇനി അടുത്ത, ലിസ്റ്റ് ഓഫ് ഇക്വാലന്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ വിച്ച് സമ്മറൈസസ് ആൻഡ് ലിങ്ക്സ് ടുഗദർ ഓൾ ഓഫ് ദി ടോപ്പിക്സ് ദാറ്റ് യു ഹാവ് കവേർഡ് ദസ് ഫാർ. അതായത് ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പറയണം. എല്ലാം കൂടിയിട്ടൊരു നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. ഇഫ് A ഈസ് ആൻ n/n മെട്രിക്സ് ദെൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വാലന്റ്. A എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ m/nലാണ്. ഇനി A എന്ന് പറഞ്ഞത് ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ഇക്വാലൻ്റ് ആണെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ A ഇൻവേർട്ടിബിൾ ആണ്. A ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Ax ഈക്വൽ ടു 0 ഹാസ് ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ. ഇനി A ഇൻവേർട്ടിബിളും Ax ഈക്വൽ ടു 0, അപ്പോൾ ഈ രണ്ടെണ്ണം എന്തായാലും ഈക്വലായി. ഓക്കെ, ദെൻ Ax ഈക്വൽ ടു 0 ഹാസ് ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ റെഡ്യൂസ്ഡ് റോ ഇക്വലന്റ് ഫോം ഓഫ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും.
ഇനി എ ഈസ് എക്സ്പ്രസിബിൾ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് എലമെൻ്ററി മെട്രിക്സ്. എലമെൻ്ററി മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എ എക്സ് ഈക്വൽ ടു ബി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ എവരി n/1 മെട്രിക്സ് ബി. And Ax equal to B has exactly one solution for every n/1 matrix B and determinant of A not equal to 0. കാരണം A invertible ആണെങ്കിൽ determinant of A എന്തായിരിക്കും? Not equal to 0 ആയിരിക്കും. ഫസ്റ്റത്തെ ഇതും 6th വണ്ണും ഈക്വൽ ആയില്ലേ? Sorry, 7th one. The column vectors of A are linearly independent. The row vectors of A are linearly independent. Column vectors linearly independent ആണെങ്കിൽ row vectors linearly independent ആയിരിക്കും. അതേപോലെ column vectors സ്പാൻ ചെയ്യും, അതേപോലെ തന്നെ row vectors സ്പാൻ ചെയ്യും. Column vectors of A form a basis for Rn. Rn ബേസിസ് ആയിട്ട് column vectorsഉം row vectorsഉം നമുക്ക് ഫോം ചെയ്യാം. എയുടെ റാങ്ക് n ആയിരിക്കും, അതിൻ്റെ നള്ളിറ്റി 0 ആയിരിക്കും. n ആയിരിക്കും പറയാൻ കാരണം ഇവിടെ n/n മാട്രിക്സ് ആണ്. അതിൻ്റെ നള്ളിറ്റി 0 ആയിരിക്കും. കാരണം n/n ഓർഡർ ആകുമ്പോൾ അതിൻ്റെ നള്ളിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ദി ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് ദി നൾ സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ Rn ആയിരിക്കും. ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് ദി റോ സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഓർത്തോഗണൽ നൾ സ്പേസിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ Rn ആണ്, റോ സ്പേസിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കും. ഓക്കെ, താങ്ക് യു.